അച്ഛൻ ഹിറ്റടിച്ചതിന്റെ സന്തോഷമോ? ഡാൻസുമായി ബിജുക്കുട്ടന്റെ മക്കൾ. കലാഭവൻ മണിയുടെ നാടൻ പാട്ടിന് തകർപ്പൻ ചുവടുകളുമായി നടൻ ബിജുക്കുട്ടന്റെ മക്കൾ. കൊച്ചുകുഞ്ഞിന്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി എന്ന ഗാനത്തിനാണ് ലക്ഷ്മിയുടെയും പാർവതിയുടെയും എനർജറ്റിക് ചുവടുകൾ. ലക്ഷ്മിയാണ് ഡാൻസ് റീൽ പങ്കുവച്ചത്. അച്ഛൻ ബിജുക്കുട്ടൻ വാഴ 2 സിനിമയിലെ മികച്ച പ്രകടനത്തിന് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനിടെയാണ് ലക്ഷ്മിയുടെ റീൽ എത്തുന്നത്. അച്ഛൻ ഹിറ്റടിച്ചതിലുള്ള സന്തോഷമാണോ ഈ റീൽ എന്നാണ് ആരാധകരുടെ ചോദ്യം. ബിജുക്കുട്ടനെ അഭിനന്ദിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നവരുമുണ്ട്. ഡാൻസ് സൂപ്പറായെന്നും ആരാധകർ കുറിക്കുന്നു. മികച്ച ഡാൻസർ കൂടിയായ ബിജുക്കുട്ടനൊപ്പം ഡാൻസ് റീൽ പങ്കുവച്ച് ഇതിനു മുൻപും ലക്ഷ്മി കയ്യടി നേടിയിട്ടുണ്ട്. ലക്ഷ്മിയുടെ എനർജിയെ ആരാധകർ പ്രശംസിക്കുന്നു. അതേസമയം വാഴ 2 മികച്ച പ്രതികരണങ്ങളോടെ തിയേറ്ററിൽ പ്രദർശനം തുടരുമ്പോൾ നടൻ ബിജുക്കുട്ടനും അഭിനന്ദന പ്രവാഹമാണ് ലഭിക്കുന്നത്. ചിത്രത്തിൽ മികച്ച അഭിനയമാണ് ബിജുക്കുട്ടൻ കാഴ്ചവെച്ചതെന്ന് ആരാധകർ ഒന്നടങ്കം പറയുന്നു. ബിജുക്കുട്ടൻ എന്ന നടനെ ശരിയായി ഉപയോഗിച്ച സിനിമയാണ് വാഴ 2 എന്നും ആരാധകർ കുറിക്കുന്നു. വാഴ എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം വിപിൻ ദാസ് രചന നിർവഹിച്ച ചിത്രമാണ് വാഴ 2. ഇൻസ്റ്റഗ്രാം റീൽസ് താരങ്ങളായ ഹാഷിറച്ച്, അലൻ ബിൻ സിറാജ്, വിനായക് വി, അജിൻ ജോയ്, ദേവരാജ് TR എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. നവാഗതനായ സവിനാണ് ചിത്രം സംവിധാനം ചെയ്തത്. കൗമാര പ്രശ്നങ്ങൾ, സൗഹൃദം, സാഹോദര്യം, പ്രണയത്തിൽ തുടങ്ങി പാരന്റിംഗ്, അധ്യാപനം, അന്ധവിശ്വാസങ്ങൾ, ലഹരി ഉപഭോഗം, വിദേശ രാജ്യങ്ങളിലേക്കുള്ള മലയാളി വിദ്യാർത്ഥികളുടെ കുടിയേറ്റവും പ്രശ്നങ്ങളും തുടങ്ങി നിരവധി കാര്യങ്ങൾ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. ഓർക്കാപ്പുറത്തൊരു ഭാഗ്യം. വാഴ 2വിലെ അച്ഛനെ ഉൾക്കൊണ്ട ബിജുക്കുട്ടൻ ആ വീഴ്ചയിൽ സംഭവിച്ചത്. നടൻ ബിജുക്കുട്ടന്റെ വാഴ 2 എന്ന ചിത്രത്തിലെ അച്ഛൻ വേഷത്തിന് വലിയ പ്രേക്ഷക പ്രശംസ നേടുന്നു. ചെറിയ വേഷങ്ങൾ മാത്രം പ്രതീക്ഷിച്ചിരുന്ന തനിക്ക് അപ്രതീക്ഷിതമായി ലഭിച്ച ഈ സുപ്രധാന കഥാപാത്രം വലിയൊരു ഭാഗ്യമായാണ് അദ്ദേഹം കാണുന്നത്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ബിജുക്കുട്ടൻ. മിമിക്രി വേദിയിൽ നിന്നും വെള്ളിത്തിരയിലെത്തിയ ബിജുക്കുട്ടന്റെ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് വാഴ 2വിൽ പ്രേക്ഷകർ ഒന്നടങ്കം കണ്ടത്. അത്രത്തോളം ആ കഥാപാത്രത്തോട് ബിജുക്കുട്ടൻ നീതി പുലർത്തിയിരുന്നു. അച്ഛൻ മകൻ ബന്ധത്തിനൊപ്പം തന്നെ വിഷുവിന് മലയാളികൾ പലയാവർത്തി കൊണ്ട് ചിരിച്ച് റീൽ വീഡിയോയുടെ പുനരാവിഷ്കരണവും മറുപുറവും ഓരോ മലയാളികളുടെയും ഉള്ളിനെ പിടിച്ചുലച്ചിരുന്നു. ബിജുക്കുട്ടനിലെ അച്ഛനെ കേരളക്കര ഒന്നടങ്കം ആഘോഷിക്കുമ്പോൾ വാഴ 2വിലേക്ക് എത്തിപ്പെട്ടതിനെ കുറിച്ച് പറയുകയാണ് താരം. വാഴ 2വിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. എനിക്ക് ഒരു മിമിക്രിക്കാരനാണ് ഞാൻ. അസീസ്, നോബി, കോട്ടയം നസീർ ഉൾപ്പെടെയുള്ളവർക്കൊപ്പം ഞാനും വേദികളിൽ എത്തിയിട്ടുണ്ട്. അവരെ വാഴയിൽ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ഇവരെക്കാൾ ആദ്യം വലിയൊരു സിനിമയിൽ അഭിനയിക്കുന്നത് ഞാനാണ്. ചായ കൊടുക്കുന്ന സീൻ, പോസ്റ്റ്മാൻ, ഇതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്റെ ഭാഗ്യത്തിന് മമ്മൂക്ക വിളിക്കുകയും പോത്തൻ വാവ ചെയ്യാനും പറ്റി. ഒരച്ഛനായി ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. കൂട്ടുകാരൻ, അയൽവക്കക്കാരൻ ഒക്കെയായിരുന്നു. അപ്പോൾ വാഴയ്ക്ക് ഒരു 2ാം ഭാഗം വരുമെന്നോ അതിൽ ഞാൻ അച്ഛൻ വേഷം ചെയ്യുമെന്നോ ഒരിക്കൽ പ്രതീക്ഷിച്ചിരുന്നില്ല. ഓർക്കപ്പുറത്തൊരു ഭാഗ്യം വരുമെന്ന് പറയില്ലേ, അതുപോലെയാണ് ഇതിലേക്കൊരു വിളി വരുന്നത്. സന്തോഷവും അത്ഭുതവും ആയിപ്പോയി. ഇതിലൊരു സീനിൽ ഞാൻ വീഴുന്നുണ്ട്. കൈയുടെ ഉൾഭാഗത്ത് ചെറുതായി പൊട്ടി, ചെറിയ സ്ക്രാച്ചും വീണിരുന്നു എന്നാണ് റിലീസിന് മുമ്പ് വാഴ 2 പ്രമോഷൻ അഭിമുഖത്തിൽ ബിജുക്കുട്ടൻ പറഞ്ഞത്. അതേസമയം ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിലേക്ക് കുതിക്കുകയാണ് വാഴ. അതിനൊപ്പം തന്നെ ബിജുക്കുട്ടനും ശ്രദ്ധ നേടുന്നു എന്നത് വലിയൊരു കാര്യമാണ്. താരത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പോസ്റ്റുകളും കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും. ബിജുക്കുട്ടൻ ഗംഭീര നടനാണ്. മലയാള സിനിമയത് തിരിച്ചറിയാൻ വൈകിയെന്ന് മാത്രം എന്നാണ് പലരും കമന്റായി കുറിക്കുന്നത്.